ഇറാന്റെ പരമോന്നത നേതാവായിരുന്ന ആയത്തുള്ള അലി ഖാംനയുടെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് ഇറാഖിലെ ബാഗ്ദാദിലുള്ള അദ്ദേഹത്തിന്റെ ആനയായി നൂറുകണക്കിന് പ്രതിഷേധക്കാര് ഗ്രീൻ സോണിലെ US എംബസിയിലേക്ക് മാർച്ച് നടത്തുകയും അതിനുശേഷം അവിടെ ഇടിച്ചു കയറാനുള്ള ശ്രമം നടത്തിയെന്നാണ് ഒരു വിവരം വരുന്നത്. ഇവിടെ മറ്റൊരു കാര്യം സംഭവിച്ചത് UAE അംബാസിഡറെ, അതായത് ടെഹ്റാനിലുള്ള അംബാസിഡറെ അവിടുന്ന് പിൻവലിക്കുകയും എംബസിയുടെ പ്രവർത്തനം താൽക്കാലികമായി പൂർണ്ണമായും അവസാനിപ്പിച്ചതായി ഇതിനോടകം തന്നെ റിപ്പോർട്ട് വരുന്നുണ്ട്. മേഖലയിൽ ഇത്തരമൊരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത് എന്ന് UAE ഔദ്യോഗികമായിട്ട് തന്നെ അറിയിച്ചിട്ടുണ്ട്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇസ്രായേലിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇറാൻ അതിന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ അടുത്ത ഘട്ടത്തിന്റെ വിക്ഷേപണം ആരംഭിച്ചതായാണ് പുതിയ റിപ്പോർട്ടുകൾ വരുന്നത്. മിഡിൽ ഈസ്റ്റിലെ എല്ലാ രാജ്യങ്ങളിലും അല്പമെങ്കിലും ശമനമുള്ളത് ഒമാനിൽ മാത്രമാണ്. ഒമാൻ ഒഴികെയുള്ള എല്ലാ രാജ്യങ്ങളിലും കടുത്ത പ്രതിസന്ധിയാണ് പ്രവാസികൾ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഉണ്ടായിരിക്കുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മറ്റൊരു വിവരം വരുന്നത് എന്താ വെച്ചാൽ, ഇറാന്റെ പ്രത്യാക്രമണത്തിൽ നിന്ന് ടെൽ അവീവ്, അതായത് ഇസ്രായേലിന്റെ തലസ്ഥാനമായ ടെൽ അവീവിലുള്ള ഒരു കെട്ടിടം ഭാഗികമായി നശിച്ചിട്ടുണ്ട് എന്നാണ്, അതായത് ഭാഗികമായിട്ട് തകർന്നിട്ടുണ്ട് എന്ന്. മറ്റൊരു വിവരം വരുന്നത് അമേരിക്കയിൽ നിന്നാണ്. അമേരിക്കയിലെ ടെക്സസിൽ ഇറാൻ പതാക ധരിച്ച ഒരാൾ വന്നിട്ട് ഒരു ആൾക്കൂട്ടത്തിലേക്ക്, ഒരു കൂട്ടം ആളുകളുടെ ഇടയിലേക്ക് വെടിയുതിർക്കുകയും 2 പേർ മരണപ്പെടുകയും 14 പേർക്ക് ഗുരുതരമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളൊക്കെ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ പരിശോധിച്ച് വരികയാണ്. എന്താണ് ഈ സംഭവത്തിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമായിട്ടൊന്നുമില്ല. ഇറാന്റെ സൈനിക ശേഷി നശിപ്പിക്കാൻ വേണ്ടി ഗൾഫ് രാജ്യങ്ങൾക്കൊപ്പം ചേരാൻ തയ്യാറാണെന്ന് പറഞ്ഞുകൊണ്ട് ജർമ്മനി, UK, ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടുണ്ട്. ഉക്രൈനിൽ പൊട്ടിപ്പാളീസായവർ ഏത് രീതിയിലാണ് ഗൾഫിനെ സഹായിക്കാൻ പോകുന്നത് വ്യക്തപരമായിട്ട് നമുക്കൊന്നും അറിയില്ല. വരുന്നത് ഇറാനെ പിന്തുണച്ചുകൊണ്ട് ബഹ്റൈനിൽ വലിയ രീതിയിലുള്ള ഒരു റാലി നടന്നുവെന്നും പോലീസിന് നേരെ കനത്ത അക്രമം പ്രതിഷേധക്കാർ അഴിച്ചുവിട്ടു എന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട്.